അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി കുറച്ചിനം പച്ചക്കറി വിത്തുകൾ പാകി നിർത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ വിത്തുകളെല്ലാം മേടിച്ചിരിക്കുന്നത് തിരുവില്ലാമലയിൽ നിന്നാണ്. അപ്പോൾ തക്കാളി, മല്ലിയില, ഒരു 3 ഐറ്റം കാന്താരി, അങ്ങനെ വെണ്ട, മത്തൻ, പാവലം, അങ്ങനെ കുറച്ചിനം വിത്തുകളുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയാണ് ഇതിലിപ്പോൾ പാകി നിർത്തുന്നത്. അപ്പോൾ അതുപോലെ മല്ലിയിലയിലും തക്കാളിയുടെയിലും പാക്കിങ്ങിൽ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പ്ലെയിൻ കവറിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വിത്തുകളൊക്കെ കുറച്ച് കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പാകി നിർത്തണം. അപ്പോൾ മല്ലിയില വലിയൊരു പാക്കറ്റിൽ കുറേ ഉണ്ട്. അപ്പോൾ 2 ഗ്രോ ബാഗിലായിട്ട് തന്നെ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 ഗ്രോ ബാഗിലാക്കിയിട്ട് മല്ലിയില നമ്മൾ പാകി നിർത്തുന്നുണ്ട്. വിത്തുകൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് തിരുവില്ലാമല ഒരു ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. മഹാത്ഭുതോ അങ്ങനെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ പാത്രങ്ങൾ, വിത്തുകൾ, പച്ചക്കറി വിത്തുകൾ, പിന്നെന്താണ് പൂച്ചെടികൾ, അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാനൊരു സൈഡിലായിട്ട് പച്ചക്കറി വിത്തുകൾ കണ്ടപ്പോൾ ഞാൻ കുറച്ചെണ്ണം വാങ്ങിയതാണ്. അപ്പോൾ അതിൽ പാകി നിർത്തുന്നതാണ് വീഡിയോ. ഗ്രോ ബാഗുകൾ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു വിത്തുകളൊക്കെ വിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ടുണ്ട്. ഒരു 3 ഇനം മുളകാണ്. അതിൽ ബ്ലൂവും ഗ്രീൻ കാന്താരിയും വേറൊരു കാന്താരിയും കൂടി ഉണ്ട്. വെള്ളയാണ് തോന്നുന്നത്. എനിക്ക് 3ൻ്റെ കളർ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അത് ഉണ്ടാകുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ചീര, വെണ്ട, കയ്പ, മത്തൻ. കയ്പയും മത്തനും നമ്മൾ പിന്നീടാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് വന്നിട്ടുള്ള ഒരു ക്യാബേജിൻ്റെ വിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഒന്ന് പാവി നോക്കണം. റിസൾട്ട് എങ്ങനെയാണെന്ന് അപ്പോഴേ അറിയുള്ളൂ. ഓൾറെഡി നമ്മൾ മല്ലിയിലയും തക്കാളി കഴിഞ്ഞ ദിവസങ്ങളിൽ പാകി നിർത്തിയിട്ടുണ്ട് ഗ്രോ ബാഗിൽ. അതിൻ്റെ വീഡിയോ കൂടി ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യും. അപ്പോൾ ഓരോ ബാഗിൽ വെച്ചിട്ട് ഓരോ ഇനമാണ് നമ്മൾ പാകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നാലാണല്ലോ അതിൻ്റെ കറക്റ്റ് ചെടി എടുത്തിട്ട് പറിച്ച് നടാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇത് കാന്താരിയാണ്. 3 ഇനം കാന്താരിയാണ്. 2 തരം ബ്ലൂവും ഒരു പച്ചയാണ് കേട്ടോ. അപ്പോൾ ഏതാണെന്ന് ഉണ്ടാകുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പിക്ചറോട് കൂടിയിട്ടുള്ള പാക്കറ്റ് അല്ല അത് നമുക്ക് തന്നിരിക്കണം. ഇവിടെ വെച്ച് മിക്സായി ഓരോ ദിവസം നമ്മൾ ഇത് ഇപ്പം നല്ല ചെറിയൊരു ചാറ്റൽ മഴയുള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്തത് കാന്താരി അടുത്ത ഗ്രോ ബാഗിലേക്ക് നമുക്ക് ഇടണം കേട്ടോ. ഇട്ട് കൊടുക്കണം. ഇതിൽ ഇടയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം ആവശ്യത്തിന് ചെറിയ ചാറ്റൽ മഴ ഇവിടെ ഉണ്ട്. മണ്ണിനും നന്നായിട്ട് ഈർപ്പുള്ളത് കൊണ്ട് മുള വന്ന് ഒരുവിധം ചെടിയുടെ രൂപത്തിലെത്തുമ്പോൾ നമുക്ക് പറിച്ച് നടാം. നെക്സ്റ്റ് അടുത്ത മുളകാണ് കേട്ടോ. അപ്പോൾ 3 ഗ്രോ ബാഗിലും നമ്മൾ മുളകാണ്. അടുത്തായിട്ട് നമ്മൾ ഗ്രോ ബാഗിലേക്ക് പാകാൻ പോകുന്നത് ഇത് ക്യാബേജിൻ്റെ വിത്ത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ചേട്ടൻ എനിക്ക് എടുത്തു തന്ന്. അതിൻ്റെ ബോക്സിൽ ക്യാബേജിൻ്റെ പിക്ചറൊക്കെ കണ്ടു. പക്ഷേ എനിക്കിതിനെക്കുറിച്ചിട്ട് നല്ല ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാനൊന്ന് പാകി നിർത്തി നോക്കിയിട്ടുണ്ട്. പാകി നിർത്തി പറിച്ച് നടാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. കടുകിൻ്റെ പോലെ ഉണ്ട് ഇല്ലേ. ക്യാബേജിന് വിത്താണ് എന്നുള്ളത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. പച്ചച്ചീരയാണ് കേട്ടോ. പച്ചച്ചീര എന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 2 ഒരുപാട് വിത്തുള്ളത് കൊണ്ട് 2 അത് ഇത് മണലിട്ടിട്ടായിരുന്നു ചെയ്യേണ്ടത്. കുഴപ്പമില്ല അല്ലേ. മണൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കുക. അല്ലെങ്കിൽ കൂട്ടമായിട്ട് ഞാൻ ഇട്ട് പോയി ഇളക്കണം. ഇതിനോടൊപ്പം മണൽ മിക്സ് ചെയ്തിട്ട് ഇതാകുമ്പോൾ ഓരോരോ വിത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാനിട്ട് പോയി. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ തന്നെ വീട്ടിലുണ്ടായ വെണ്ടകൾ
ജസ്റ്റ് ഒന്ന് പാകി നിർത്തിയതാണ്. ദാട് മുളയൊക്കെ വന്ന് ചെടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പാവയ്ക്ക, കയ്പ്പയ്ക്ക, അടുത്തതായി പാവയ്ക്കയും മത്തനുമാണ്. അത് നമ്മളൊരു വേറെ രീതിയിലാണ് തടം എടുത്തിട്ടാണ് നമ്മളത് പാകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഗ്രോ ബാഗിൽ പാകുന്നില്ല.